ഹേ ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം ഇപ്പം സമയം 4:50 ഞാനുള്ളത് എന്ന് വെച്ചാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം ഈ ആലപ്പുഴ എക്സിക്യൂട്ടീവിനാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. അപ്പുറം സൈഡിൽ, അതായത് എൻ്റെ ബാക്ക് സൈഡിലുള്ള ട്രെയിൻ എന്ന് വെച്ചാൽ ജനശതാബ്ദിയാണ്. അപ്പം നമ്മൾ ആലപ്പുഴ എന്തിനു പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കൽ. അപ്പം നമ്മൾ കുറേ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കുറേ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം അടുത്ത 8 മണിക്കൂറിൽ നമ്മൾ ഈ ട്രെയിനിലായിരിക്കും സഞ്ചരിക്കുക. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ ആരുമില്ല. ഞാൻ ഇന്നത്തെ ഉറക്കം ഫുള്ള് പോയി. കാരണം എന്ന് വെച്ചാൽ ഇനി ഈ ട്രെയിനിൽ കയറിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. ട്രോളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതായത് നമുക്കറിയാത്ത ആൾക്കാരുടെ കൂടെ ആയിരിക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ട്രെയിനിൽ കയറിയിരിക്കാം. ഇത് ഇവിടുന്ന് തുടങ്ങുന്ന ട്രെയിനായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനുള്ള സീറ്റ് കിട്ടും. ഓക്കെ, അപ്പം നല്ലൊരു സീറ്റ് കണ്ടുപിടിച്ച് കിടന്നുറങ്ങണം. അപ്പം ഇവിടുന്ന് 8 മണിക്കൂർ എടുക്കും. 8 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും ആലപ്പുഴയല്ല, തുറവൂറിന്. ഓക്കെ, അപ്പം എറണാകുളം കഴിഞ്ഞിട്ട് ചേർത്തല എത്തുന്നതിന് മുമ്പെയാണ് ഈ തുറവൂർ എന്ന് പറയുന്ന സ്ഥലം. ട്രെയിനിൽ കയറിയിരിക്കാം. അപ്പം 5:10 ഈ ട്രെയിനിൽ നിന്ന് എടുക്കൽ. നമുക്ക് നോക്കാം 5:10 ഈ ട്രെയിൻ എടുക്കും. ഞാൻ ഏക സാധനം നോക്കിയതെന്ന് വെച്ചാൽ നല്ലൊരു ചാർജിങ് പോർട്ടാണ് നോക്കിയത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഐഫോൺ ആയതുകൊണ്ട് തന്നെ വേഗം ചാർജ് തീരും, കുടിക്കും. അതായത് വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച്, ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പം സമയം ഇപ്പം 5:03. നമ്മുടെ ട്രോളി അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കെന്തായാലും നോക്കാം. 8 മണിക്കൂർ നമ്മൾ ഈ ട്രെയിനിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല അവിടെ എത്തുമ്പോൾ മടുത്ത് പ്രാന്താ പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ട്രെയിൻ കറക്റ്റ് എത്തും. അതായത് നമുക്ക് 3 മണിക്കാണ് നമ്മുടെ എൻട്രി ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ട്രെയിൻ എത്തുക വെച്ചാൽ 1:30. അപ്പം ഒരു മണിക്കൂറോ 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസം, അത്ര ആ ഒരു റേഞ്ചിൽ വ്യത്യാസമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചത്. ഓക്കെ, 5:10 കറക്റ്റ് ട്രെയിൻ എടുത്തു. അതായത് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. 5:10 എന്ന് പറഞ്ഞാൽ 5:10 കറക്റ്റ് ട്രെയിൻ എടുത്തു. ഇതിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേനെ നമിച്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് നേരെ പോവുകയാണ്. ഇപ്പോഴും ട്രെയിനിൽ ആരുമില്ല. കോഴിക്കോട് എത്തുമ്പോഴൊക്കെ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങും. ഇവിടെ ഫുള്ളായിരിക്കും. മംഗള ലക്ഷദ്വീപിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഇതുകൊണ്ട് അതിന് ആലപ്പുഴ പോവാത്തതെന്ന് വെച്ചാൽ, ഒന്നാമത് മംഗള എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ അത് നിർത്തൂല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മംഗള അവിടെ 8 മണിക്കാണ് എത്തുക. അപ്പം 8 മണിക്ക് എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാനില്ല. വൈകുന്നേരം വരെ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇതാകുമ്പം 1:30 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 3 മണി, അതായത് 4 മണിയോട് അടുക്കുമ്പോഴേക്കും 3 മണി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മെല്ലെ ഫുഡ് കഴിച്ച് മെല്ലെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പോകാൻ പറ്റും. രാവിലെ പോയി അവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഈ ട്രെയിനിൽ കയറിയത്. ഇതിലിരുന്ന് ബോറടിക്കുമെന്നാണ് ഇപ്പോൾ എൻ്റെ വീട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തി. നമ്മൾ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇപ്പം എടുക്കും, ഇവിടുന്ന് അധികം വയ്യാണ്ട് എടുക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ട്രെയിനിൽ കയറിയിരിക്കാം. ബോറടിക്കുന്നില്ല ഞാൻ പറയാൻ തുടങ്ങിയല്ലോ. പക്ഷേ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. മടുപ്പും വരാൻ തുടങ്ങി. എടപ്പള്ളി സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ട്രെയിനൊന്നും നിർത്തിയിട്ടിട്ടുണ്ട്. എടപ്പള്ളി സ്റ്റേഷനിലുള്ള കാര്യം എനിക്കറിയില്ല സത്യമായിട്ടും. അപ്പം ഇത് കഴിഞ്ഞ എറണാകുളം ടൗണ്, അത് കഴിഞ്ഞ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തുറവൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ ഇപ്പം ട്രെയിൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനെന്തായാലും മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് ഇരുന്നായിരുന്നു. പിന്നെ ഫോണിൽ ചാർജും ഇല്ല, ചാർജും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ടും വ്ളോഗ് എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്കെന്തായാലും എറണാകുളം എത്തിയിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നു, എന്തെങ്കിലും ഇനി വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, ഞാൻ സീറ്റിൽ നിന്ന് വ്ളോഗ് എടുക്കാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് വെച്ചാൽ ആൾക്കാരില്ലോണ്ട് മാത്രം.
ഈ ട്രെയിൻ ഇരിഞ്ഞ് എഴഞ്ഞാൽ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴേ എത്തൂല. ഓക്കെ, അടുത്ത സ്റ്റോപ്പാണ്. പക്ഷേ ഒരു 100 നിർത്തി ഇനി അവിടെ എത്തണമെങ്കിൽ തിരിയണം ആദ്യം. അതാണ് ഈ ട്രെയിനിൻ്റെ ഒരു കുഴപ്പം. നമ്മളിപ്പം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. 7 മണിക്കൂർ 49 മിനിറ്റ് കൊണ്ട് നമ്മൾ തുറവൂരെത്തി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകണം. സോ നമ്മൾ ട്രോളിങ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകാം. ഫുഡ് കഴിക്കണം. മാപ്പ് നോക്കിയിട്ട് വേഗം വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ട് ഒരു ഹോട്ടലിൽ. നമുക്ക് കഴിച്ചിട്ട് ഇനി നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, അപ്പം നമ്മൾ റിസോർട്ടിലെത്തി. സോ ഇത് അനുരാഗ്, ഇതാ ഫീൽ. അതായത് അനുരാഗ് കോഴിക്കോട് നിന്ന്, ആ ഫീല് കോട്ടയത്ത് നിന്ന്. ഗൈസ്, അപ്പം ഇവിടെ കുറേ വിൻറ്റേജ് കാർസൊക്കെ ഉണ്ട്. കണ്ടോ, പഴയ അംബാസഡർ, അതേതറിയില്ല. ഇതും പഴയ അംബാസഡർ, പെൻസ് പോലെ മോഡിഫൈ ചെയ്ത്. ഗൈസ്, അപ്പം ഇതാണ് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. നമ്മളകത്തേക്ക് ഇരിക്കാൻ പോവാം. ബാക്കി ആരും വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കയറുക. നേരത്തെ കണ്ട കാറിൻ്റെ അടുത്ത് ഒന്നും കൂടെ ആയിരുന്നു വിചാരിച്ചിട്ടുന്ന. ഇത് അംബാസഡർ മോഡിഫൈ ചെയ്തത്. ഇതേതാ കാറെന്നറിയില്ല. ഇതും അംബാസഡർ, ഇതേതാന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലേ. നമ്മൾ പിന്നെയും 3 ആൾക്കാരെ കണ്ടുപിട്ടി. ഹായ്, ഒരുത്തൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പൂള് നോക്കാൻ. ഹായ് പറടാ. ഇത് ഇവനാ മെയിനാണ് നമ്മളെ വടംവലി ലീഡർ. നാളത്തെ വടംവലി ലീഡർ ഇവൻ. നമ്മളെ രജിസ്ട്രേഷൻ അല്ലേ? എനിക്കൊന്നും പറയില്ല. നമ്മൾ റിസോർട്ടിൻ്റെ റൂം തുറക്കാൻ പോവാ. ഇതാണ് റൂം. സ്വിച്ചൊക്കെ ഉണ്ട് ഇവിടെ, പഴയ മോഡൽ അല്ലേ? വലിച്ചിട്ടാ തുറക്കും, കത്തിക്കരുത്. ഇതാണ് നമ്മളെ ബെഡ് വരുന്നത്. അവിടെ AC ഉണ്ട്, ഫാനുണ്ട്, ബാത്റൂം, മറയൊക്കെ ഇട്ട് കുളിക്കാം. സെറ്റപ്പാ. പേശും ബ്രഷും എല്ലാം ഉണ്ട്. ഈ സ്വിച്ചാണ് സീൻ അല്ലേ? പഴയ കാലത്തുള്ള സ്വിച്ച്. ഇതാ മറ്റേ തട്ടടിച്ച ഒരു ഇത് മച്ച്. അലമാര വെക്ക്. ഇതെന്ത് സാധനം? ലൈറ്റാ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഓ സീൻ അടിപൊളി. അപ്പം ഇവര് പോവാ ഇവിടുന്ന്. ഇവരിനി ഫാം ഹൗസ് ഉണ്ടപ്പുറം എന്നാണ് പറഞ്ഞത്. സോ അവിടെ ആക്കിയിട്ട് വരും. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നിൻ്റെ നോക്കി വെച്ചോ സ്ഥലം. ഈ ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടി പോകണം. പറ, എങ്ങനെയുണ്ട് ഈ ഓണപ്പരിപാടി? തുടങ്ങിയില്ലല്ലോ. വന്നതിൽ വെച്ച് എന്ത് ഇഷ്ടപ്പെട്ടു? റിസോർട്ട് കുഴപ്പമില്ല. നിങ്ങൾക്കോ? എനിക്കും കുഴപ്പമില്ല, പക്ഷേ സ്റ്റേയിൽ എന്നെ ചതിച്ചു. എന്നെ ഫാം ഹൗസിലോട്ട് തട്ടി. നമുക്ക് വേറെ റിസോർട്ടിലാണ് സ്റ്റേ. അപ്പം നമ്മൾ ഈ ബ്രോൻ്റെ കാറിൽ പോവാണ് റിസോർട്ടിലേക്ക്. കൂടെ നമ്മളെ ആശാനുണ്ട്. ആശാൻ ഇവിടെ കിട്ടുന്നില്ലേ? എല്ലാവരെയും ടീമിലേക്ക് വെൽക്കം ചെയ്യുന്ന ആശാൻ. ഗൈസ്, ഇതാണ് നമ്മളെ കൂപ്പൺ. ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് എൻട്രി എല്ലാം നടക്കുള്ളൂ. ഗൈസ്, അപ്പം നമ്മൾ 4 ആൾക്കാരും കൂടി റൂമിലോട്ട് പോവുക. സോ ലൊക്കേഷൻ ഇട്ടുണ്ട്. ഇവിടുന്ന് 3 മിനിറ്റ്. സോ ഇവനുണ്ട്. എന്നിട്ട് നമുക്ക് റെഡി ആയിട്ട് എന്താ അപ്പം നമുക്ക് റൂമിലെത്തിയിട്ട് അവിടുന്ന് ഫ്രഷ് ആയിട്ട് വേണം 5 മണിക്ക് ഇങ്ങോട്ട് തിരിച്ചെത്താം. എന്തിൻ്റെ കൃഷിയാ? ചെമ്മീന എന്തോ ഒരു കൃഷിയുള്ള ഒരു സ്ഥലം. അപ്പം നമ്മളിവിടെ എത്തി ഏകദേശം. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. ഇതാണ് പ്രോപ്പർട്ടി. നേരത്തെ വന്ന അവന്മാരൊന്നും കാണാനില്ല ഇവിടെ. എവിടെ പോയി? തുറക്ക്. ഗൈസ്, റിസോർട്ട് മാറിയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അതെ ഗൈസ്, നമ്മൾ ഇവനെയാണ് തപ്പിക്കൊണ്ടിരുന്നത് ഇത്ര വരും. ഞാൻ വിചാരിച്ചിരുന്നു ഇവൻ എവിടെയും കിടപ്പുണ്ടാവുന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഗൈസ്. അപ്പം നമ്മളുടെ റൂം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ,
സോ ഇവിടെയാണ് നമുക്ക് റൂം കിട്ടിയിട്ടില്ല. ഇതാണ് ഫാം ഹൗസ്. ഓക്കെ, സോ നമുക്ക് കയറി നോക്കാം. കയറി നോക്കുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ, ഒരു ഡബിൾ ബെഡ്. സോ AC ഉണ്ട്. അപ്പം ഒരു മിറർ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ഇസ്തിരി ഇടാനുള്ള സ്ഥലം. ഓക്കെ, ബാത്റൂം നോക്കാം. ഓക്കെ, ബാത്റൂം കുഴപ്പമില്ല. സോ ഇത്രയ്ക്കും മതി നമുക്ക് സ്റ്റാൻഡ്. ഓക്കെ, അപ്പം നമുക്ക് AC ഓണൊക്കെ ഇടാൻ. ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ഇതൊരു മിററാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വഞ്ചിയും പുഴയും. ഇത് നല്ല വ്യൂ ആണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നല്ല ലെങ്തായി, അതുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. പരിപാടീൻ്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. അടിപൊളി വ്ളോഗായിരിക്കും, കാത്തിരിക്കുക. ഓക്കെ, ബൈ.